നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഏതൊക്കെ തരത്തിൽ നമുക്ക് ചെയ്യാം എന്നുള്ളത്. അല്ല, ഈ വീട്ടമ്മമാർക്ക് ഈ പറയുന്നത് പോലെ വീട്ടമ്മമാർക്ക് സേവിങ്സ് ഉണ്ടാവും. അത് ഈ അരിയിൽ തുടങ്ങി മടിയിൽ തുടങ്ങി കട്ടിലിന്റെ അടിയിൽ വരെ ഇവർക്കൊരു സേവിങ്സ് ഉണ്ടാവും. ഈ പലരുടെയും ധാരണ ഈ സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ സൂക്ഷിച്ചാലേ ഒരു ആവശ്യത്തിന് എടുക്കാൻ പറ്റൂ എന്നൊക്കെയാണ്. നേരെ മറിച്ച് അതിനെ പ്രോപ്പറായി ഇൻവെസ്റ്റ്. ഇതാണ് നമുക്ക് ഇന്ന് ആവശ്യം, സ്ത്രീകൾക്ക് ഏറ്റവും ആവശ്യമുള്ളത്. ഇപ്പം അവരിൽ ആകെ അറിയാവുന്ന സേവിങ്സ് മാത്രമേ ഉള്ളൂ, ഇതിങ്ങനെ എവിടെയെങ്കിലും എടുത്തു വയ്ക്കുക എന്നുള്ളത്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റിന് ഉള്ള പ്രത്യേകതയാണ് റിസ്ക്. അപ്പം റിസ്ക് എത്രത്തോളം കുറയുന്നു അത്രത്തോളം പ്രോഫിറ്റ് കുറയുന്നതാണ്. റിസ്ക് എത്രത്തോളം കൂടുന്നു അത്രത്തോളം പ്രോഫിറ്റ് കൂടുന്നു. അപ്പം ആദ്യഘട്ടത്തിൽ നമുക്കൊരു റിസ്ക് കുറവുള്ള രീതിയിലേക്ക് പോകാനുള്ളത് ഞാൻ പറഞ്ഞ FD, പോസ്റ്റ് ഓഫീസിലൊക്കെ ചേരുന്നതൊക്കെ, പിന്നെ ഗോൾഡിൽ, പിന്നെയാണ് ഈ SIP പറയും, മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ റിസ്ക് കുറവെന്ന് വെച്ചാൽ ഈ ഷെയർ മാർക്കറ്റിലുള്ള പല കമ്പനികളുടെയും മിഡ് ക്യാപ്പ്, അങ്ങനെ റിസ്ക് കൂടിയ പല റിസ്ക് കുറഞ്ഞുള്ള മോഡറേറ്റ് ആയിട്ടുള്ളതുണ്ട്, ലോ റിസ്ക് ഉള്ളതുണ്ട്. ഇങ്ങനത്തെ ഫണ്ടുകളെ മുഴുവൻ എടുത്തിട്ട്, ഉദാഹരണത്തിന് ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പം ഒരു ഫ്രൂട്ട്സ് കടയിൽ ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പിന്നെ മുന്തിരി ഉണ്ട്, പുതിയ ഒരുപാട് ഫ്രൂട്ട്സുകൾ പുതിയതും ഇമ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പം നമ്മൾ ഇതിലത്തെ ഒരു ഫ്രൂട്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് വിചാരിക്കുക. നമ്മൾ ആ കടയിൽ പറയണമെങ്കിൽ ഈ ഓറഞ്ചിൽ ഞാൻ പൈസ തരാം, വിറ്റിട്ട് എനിക്ക് പ്രോഫിറ്റ് വന്നാൽ മതി. എന്തെങ്കിലും കാരണവശാൽ ഓറഞ്ചിൻ്റെ വില കുറയണമെങ്കിൽ നമുക്ക് ലോസ് വരും. അതിന് പകരം വേറെ ഓപ്ഷനാണ്, കുറച്ച് പൈസ ഓറഞ്ചിലും കുറച്ച് പൈസ പേരക്കയിലും കുറച്ച് പൈസ മുന്തിരിയിലും കുറച്ച് പൈസ ആപ്പിളിലൊക്കെ വരുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ബാലൻസ്ഡ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാവും ഇവിടെ എവിടെയെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇന്ത്യയിലെ കൃഷിക്കാരും അങ്ങനെ തന്നെയാണ്. അവരെപ്പോഴും കൃഷി ചെയ്യുമ്പം ഇതിൻ്റെ വാഴ ഉണ്ടെങ്കിൽ അപ്പം ചീരയും ചെയ്യും, അതുപോലെ തന്നെ പച്ചമുളക്, നെല്ലൊക്കെ. എന്തെങ്കിലും കാരണവശാൽ മഴക്കാലം വന്നാൽ എന്ത് ചെയ്യും, ഈ നെല്ലൊക്കെ വെള്ളത്തിൽ മുങ്ങി കേടായിപ്പോവും. പക്ഷേ വാഴയൊക്കെ നിന്നു വരും, അല്ലെങ്കിൽ തെങ്ങ് ഉപകരിച്ചു എന്ന് വരും. നല്ല കാറ്റാണെങ്കിൽ വാഴ വീഴാൻ ചാൻസ് ഉണ്ട്, പക്ഷെ നെല്ലിന് വലിയ പ്രശ്നമില്ല എന്ന രീതി. അപ്പോൾ ഇതിൽ എവിടെയെങ്കിലുമൊക്കെ ബാലൻസ് ചെയ്യുന്ന പോലത്തെ ഫണ്ടാണ് മ്യൂച്വൽ ഫണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പർട്ടിക്കുലർ ഷെയർ അല്ലാന്ന്, പല മേഖലയിലുള്ള കമ്പനികളുടെ ഷെയർസിന് കൂടിയിട്ട് ഒരു കോമൺ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് 1000 രൂപ മുതൽ പറ്റുന്നു.